ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ 4 മണി പലഹാരമായിട്ടാണ്. ഒരു സ്പെഷ്യൽ സ്നാക്കാണ് ഈ ഒരു സ്നാക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ കൊണ്ടാണ്. നമ്മൾ സാധാരണ ഫ്രൂട്ടൊക്കെ ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഭക്ഷണത്തിനൊക്കെ ശേഷമാണ് ഈ പൈനാപ്പിൾ കഴിക്കാറ്. എന്നാൽ ഇനി ഒരു പ്രാവശ്യം പൈനാപ്പിൾ ഇതുപോലെ ഒരു 4 മണി പലഹാരത്തിൻ്റെ ഒരു മോഡലിൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ ഇതേപോലെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോഴും പൈനാപ്പിൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാണ്. ഇപ്പോൾ നമുക്ക് വട്ടത്തിൽ അരിഞ്ഞ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ നമ്മളൊരു പഴമൊക്കെ നമ്മൾ അരിഞ്ഞ് വരത്തില്ലേ, ആ ഒരു ഷേപ്പിൽ തന്നെയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാറ്ററിനകത്ത് മുക്കിയിട്ടാണ് നമ്മളിതൊന്ന് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബാറ്റർ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ മിക്സ് ചെയ്യാനായിട്ടുള്ളൊരു ബൗളാണ്. ഇതിനകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് 1 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ്. 200 ml ഗോതമ്പ് പൊടി. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ 2 ടേബിൾ സ്പൂണോളമുള്ള അരിപ്പൊടിയാണ്. അത് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് ഒരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരല്പം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നമുക്കതൊരു മഞ്ഞ കളറിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേർക്കുന്നത് ഒരു 2 ഏലക്കയുടെ കുരു ചെറുതായിട്ടൊന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി ഒരു നുള്ള് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ജീരകം ഒരു 3-4 ജീരകമാണെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് മെയിൻ ബാറ്റർ റെഡിയാക്കാൻ. പിന്നെ ഈ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊരു മാവ് പരുവത്തിന് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ പൈനാപ്പിൾ നല്ല മധുരമുള്ള പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പഞ്ചസാര ഇടേണ്ട കാര്യമില്ല. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്ത പൈനാപ്പിളിന് ഇച്ചിരി മധുരം കുറവാന്ന് മാത്രമല്ല, അത്യാവശ്യം പുളിയുണ്ട്. അപ്പോൾ ഇത് ചെത്തിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതിന് പുളിയുള്ള ഒരു പൈനാപ്പിളാണെന്ന് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ ആ 1 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്തത്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചേർക്കുക. ഇനി ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊരു കറക്റ്റ് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തന്നെ വേണം. നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് വരാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബാറ്ററിൻ്റെ ആ തിക്നെസ് എന്ന് പറയുന്നത്. ഇങ്ങനെ വേണം, എന്നാലാണ് നമ്മുടെ പൈനാപ്പിളിലൊക്കെ നല്ലതുപോലെ ഈ ഒരു ബാറ്റർ കോട്ട് ചെയ്ത് വരത്തുള്ളൂ. ഒരിക്കലും നമ്മൾ ഇതുപോലെ ബാറ്ററൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വെള്ളം പോലെ അങ്ങ് എടുക്കാതിരിക്കാൻ നോക്കുക. ഈ ഒരു തിക്നെസ് വേണം. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 2 നുള്ളോളമുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. കുറച്ചിൻ്റെ ഉപ്പിൻ്റെ ഒരു രുചിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം, ഒരു 1/4 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 2-3 നുള്ള് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇതിനകത്താണ് നമ്മൾ പൈനാപ്പിൾ ഒന്ന് മുക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബാറ്റർ മാറ്റി വയ്ക്കാം. ഇനി വേറൊരു കാര്യം കൂടെ വേണം നമുക്ക്. അതാണ് ഈ ഒരു കോൺഫ്ലേക്സ് എന്ന് പറയുന്നത്. നമുക്ക് കോൺഫ്ലേക്സ് ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം നാട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പക്ഷേ ഇനിയിപ്പോൾ കോൺഫ്ലേക്സ് ഇല്ല എന്നോർത്ത് ആരും വിഷമിക്കേണ്ട. നമുക്കിത് അവല് വെച്ചിട്ടാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അവല് നമുക്കൊന്ന് ചെറുതായിട്ട് ഒരു വൈറ്റ് അവലാണെങ്കിലും അല്ലെങ്കിൽ ബ്രൗൺ അവലാണെങ്കിലും ഒന്നും കുഴപ്പമില്ല. നമ്മൾ ആദ്യം അതൊന്ന് വറുത്തിട്ട് നമുക്കിത് ഒരു പാത്രത്തിൽ ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മുടെ കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഞെക്കി കൊടുത്താൽ മതി, നല്ലതുപോലെ ചെറുതായിട്ട് കിട്ടും. മിക്സിയിൽ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ അതും വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിനകത്ത് ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൈനാപ്പിൾ ആദ്യം ഈ മാവിനകത്തൊന്ന് മുക്കിയിട്ട് പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോൺഫ്ലേക്സിനകത്ത് ഇതൊന്ന് പുരട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്കൊന്ന് ചെറുതായിട്ട് ആ ഒരു കോൺഫ്ലേക്സ് ഒക്കെ അതിൻ്റെ മേലിട്ട് കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളിത് വറക്കുമ്പോൾ നമ്മുടെ എണ്ണ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെക്കാൻ നോക്കുക. ഒത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, കാരണം ഇതിനകത്തുള്ള പൈനാപ്പിളൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങും. പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മൾ വെച്ചിരിക്കുന്ന കോട്ടിങ് അത് നല്ലതുപോലെ ക്രിസ്പി ആവുകയും ചെയ്യും. കാരണം ഇതിനകത്ത് നമ്മൾ കോൺഫ്ലേക്സും അല്ലെങ്കിൽ അവലാണെങ്കിൽ അവലൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാനും പറ്റും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഈ പൈനാപ്പിളൊക്കെ കഴിച്ചിട്ട് മടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു സൂത്രപ്പണിയൊക്കെ കാണിച്ച് നമുക്ക് കുറച്ച് ആ എണ്ണയിൽ വറക്കുന്ന എന്നൊരു കാര്യം ഒഴിച്ച്
എന്നാൽ ഇത് നമ്മൾ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കോൺഫ്ലേക്സ് അല്ലെങ്കിൽ അവൽ അതുപോലെ തന്നെ ഗോതമ്പ് പൊടി ഇതെല്ലാം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം, മറക്കാണ്ട് ട്രൈ ചെയ്യണം. അപ്പോൾ അതാ ഞാനിത് ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് വറുത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ നല്ല ക്രിസ്പി നല്ല കറുമുറി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡിയാണ്. പൈനാപ്പിൾ കൊണ്ടുള്ള സ്നാക്ക്. നമ്മളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു സ്നാക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളൊക്കെ എത്രമാത്രം നല്ലതായിട്ടാണ് ഇരിക്കുന്നതെന്നുള്ളതും കൂടെ ഞാൻ കാണിക്കാം. ഇതിൻ്റെ പുറം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉള്ളാണെന്നുണ്ടെങ്കിലും കണ്ടോ നമ്മുടെ പൈനാപ്പിളൊക്കെ ഉള്ളിൽ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്. നമുക്കത് അത്യാവശ്യം ചെറു ചൂടോടെ കഴിക്കുന്നതാണ് ഇതിൻ്റെ ഒരു രുചി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.